Today we are going to discuss Module 3 Market Part 2. So Part 1 already I discussed about perfect competition, then equilibrium under TCTR approach, then AR curve of a firm under perfect competition, etc. So in this video I am explaining the MCMR approach under perfect competition first, then what is monopoly, equilibrium of a monopolist, then what is monopolistic competition and equilibrium of a firm under monopolistic competition. Before I start explaining these, about the last class somebody asked me whether that module 2 is complete or not. മൊഡ്യൂൾ 2 കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ അധികം ഇമ്പോർട്ടൻസ് ലോങ് റൺ കോസ്റ്റ് കർവ്സിന് ഞാൻ അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. അത് ഞാൻ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടില്ല. ബിക്കോസ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ദി ലോങ് റൺ കോസ്റ്റ് കർവ്സ് ആർ നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ്. ചോദിച്ചു കൂടായികയില്ല, പക്ഷെ ഇതുവരെയും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ ലോങ് റൺ കോസ്റ്റ് കർവ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. നിങ്ങൾക്കത് കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ റീഡ് ദി ബുക്ക്, ദാറ്റ് വിൽ ബി ഇനഫ്. So first we will discuss MCMR approach under perfect competition. Perfect competition കുറിച്ചുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. So under MCMR approach or whatever may be the approach, a firm is in equilibrium when it gets maximum profit. And the profit will be maximum when it satisfies the two equilibrium conditions. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. അണ്ടർ MCMR അപ്രോച്ച് ദി ടു ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ആർ MC is equal to MR and MC is rising at the point of equilibrium. So usually in the short period a firm under perfect competition earn supernormal profit. But there are the possibilities for normal profit or a loss also. But always in the long run, a firm will get normal profit only. Karanam, whenever there is supernormal profit, there will be the entry of new firms. അതുപോലെ ലോസ് ഉണ്ടാകുമ്പം some of the existing firms will leave the market. മാർക്കറ്റിൽ നിന്ന് കുറച്ച് പേര് പുറത്തു പോകും. അപ്പോൾ അങ്ങനെ ഇത് ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബി അഡ്ജസ്റ്റഡ് ആൻഡ് ഇൻ ദി ലോങ് റൺ എ ഫേം വിൽ ഗെറ്റ് നോർമൽ പ്രോഫിറ്റ് ഓൺലി. ബട്ട് ഇൻ ദി ഷോർട്ട് റൺ there can be supernormal profit or there can be normal profit or there can be loss. ഇപ്പോൾ നമ്മൾ ഈ MCMR അപ്രോച്ച് ഈ മൂന്ന് സിറ്റുവേഷനിലുള്ള ഡയഗ്രാംസ് ഇവിടെ വരച്ചിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് ഞാനൊന്ന് ഇതിൽ വരച്ച് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇനി ഏത് മാർക്കറ്റ് സിറ്റുവേഷൻ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, when you draw the diagram for MCMR approach, അത് monopoly ആയാലും perfect competition ആയാലും monopolistic competition ആയാലും, for drawing the curves you may follow one particular order. അതായത് നമ്മൾ ഈ കർവ്സ് വരയ്ക്കുന്നത് ആദ്യം ഏത് വരയ്ക്കണം, അതിനുശേഷം ഏത് വരയ്ക്കണം, അങ്ങനെയുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം അത് വരയ്ക്കാൻ നമുക്ക് കുറച്ചുകൂടെ ഈസി ആക്കി തരും. So whenever you draw a diagram for equilibrium under MCMR approach, better first you draw the AR curve and then you draw the MR curve. നിങ്ങൾ ഈ ഓർഡർ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളുക. അപ്പോൾ ആദ്യം വരയ്ക്കേണ്ട കർവ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കർവ് AR കർവ് വേണം വരയ്ക്കാൻ. രണ്ടാമത് വരയ്ക്കേണ്ടത് MR കർവ് വരയ്ക്കുക. മൂന്നാമതായിട്ട് നിങ്ങൾ AC കർവ് വരയ്ക്കുക. നാലാമതായിട്ട് MC കർവ് വരയ്ക്കുക. ഇഫ് യു ഡ്രോ ദി ഡയഗ്രാം ഇൻ ദിസ് ഓർഡർ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു ഡ്രോ. അല്ലെങ്കിൽ നമുക്ക് മിസ്റ്റേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ വി നോ ദാറ്റ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ദി AR കർവ് ആൻഡ് MR കർവ് ആർ ദി സെയിം ആൻഡ് ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. AR കർവും MR കർവും ഒന്ന് തന്നെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ. അതൊരു ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കുകയും ചെയ്യും. സോ ഫസ്റ്റ് വി ആർ ഡ്രോയിങ് ഈ AR കർവ് ആൻഡ്
MR curve. AR is equal to MR. ഇപ്പോൾ നമ്മൾ ആ കർവ് വരച്ചു. നമ്മൾ ആദ്യം വരയ്ക്കുന്നത് സൂപ്പർ നോർമൽ പ്രോഫിറ്റിൻ്റെ ഡയഗ്രമാണ്. സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. അബ്നോർമൽ പ്രോഫിറ്റ് എന്ന് പറയരുത്, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുക. So when the firm is getting supernormal profit, at the equilibrium point, AC will be less than AR. AC average cost, average revenueനേക്കാൾ കുറവായിരിക്കണം സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ. അപ്പോൾ നമ്മൾ ഈ സൂപ്പർ നോർമൽ പ്രോഫിറ്റിൻ്റെ ഡയഗ്രാം വരയ്ക്കുമ്പോൾ അടുത്ത AC കർവാണ് വരയ്ക്കുന്നത്. അതിൻ്റെ ഒരു പോർഷൻ നമ്മൾ ഈ AR കർവിന് താഴെയായിട്ട് വരത്തക്കവണ്ണം വരയ്ക്കുക. സോ ദിസ് ഈസ് ദി AC കർവ്. ഇനി നമ്മൾ അടുത്ത് വരയ്ക്കേണ്ടതാണ് MC കർവ്. ഇപ്പോൾ MC കർവ് വരയ്ക്കാൻ ആദ്യം AC-യുടെ ലോവസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യുക. ദെൻ യു ഡ്രോ ദി MC കർവ്. സോ ദിസ് ഈസ് ദി MC കർവ്. അപ്പോൾ MC കർവ് വരച്ചു. ആൻഡ് അവർ ഇക്വിലിബ്രിയം പോയിന്റ് ഈസ് MC equals to MR. And at this point, MC is equal to MR. So E is the equilibrium point. At point E, MC is equal to MR and MC is rising also. So E is the equilibrium point. So at the equilibrium point, how much will be the output? ഇവിടുത്തെ ഔട്ട്പുട്ട് എത്രയായിരിക്കും? അതിനെ ഇയിൽ നിന്ന് നമ്മളൊരു ലൈൻ താഴേക്ക് വരയ്ക്കുന്നു. So we are getting the output. So Q is the output. Now when the firm is producing OQ level of output, QE is the average revenue. But how much is the average cost? QC is the average cost. This much only the average cost. So average cost is less than average revenue. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം EC എന്ന് പറയുന്നത് EC is the profit per unit of output. ആവറേജ് റവന്യൂവും ആവറേജ് കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. ദാറ്റ് ഈസ് ദി പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഒരു യൂണിറ്റിൽ നിന്നുള്ള പ്രോഫിറ്റാണ് EC എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് Y ആക്സിസിൽ നിന്ന് സിയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. We draw a line from the y-axis to point C. നമ്മളിങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈൻ വന്ന് ടച്ച് ചെയ്യുന്ന പോയിന്റിൽ ഇത്രത്തോളം പ്രോഫിറ്റ് ഫേമിന് കിട്ടുന്നു. സോ ദിസ് ഈസ് ദി ഏരിയ വിച്ച് ഷോസ് ദി പ്രോഫിറ്റ് ഓഫ് ദി ഫേം. സോ ദാറ്റ് ഈസ് marking as ABCE. So ABC is the total profit earned by the firm. EC എന്ന് പറയുന്നത് ഒരു യൂണിറ്റിൽ നിന്നുള്ള പ്രോഫിറ്റ് ആണ്. ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ABCE. സോ ഇനി ഇപ്പം നിങ്ങളിങ്ങനെ ഒരു ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ നിങ്ങളതിന് എക്സ്പ്ലനേഷൻ കൊടുക്കണം. എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഏതാണ് ഇക്വിലിബ്രിയം പോയിന്റ്. നിങ്ങൾ ഈ ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും എഴുതേണ്ട കാര്യമില്ല. You have to explain the equilibrium point. അപ്പോൾ നമുക്ക് പറയാം in the diagram E is the equilibrium point where MC equals to MR and MC is rising. So E is the equilibrium point. At the equilibrium point, Q is the level of output. So QE is the average revenue and QC is the average cost. So EC is the profit per unit of output. And the total profit is ABCE. ഇത്രയും എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുത്താൽ മതി. സോ ദിസ് ഈസ് ദി ഡയഗ്രാം ഫോർ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. ദെൻ നെക്സ്റ്റ് വി ആർ ഡ്രോയിങ് ദി ഡയഗ്രാം ഫോർ നോർമൽ പ്രോഫിറ്റ്. ഇപ്പം നോർമൽ പ്രോഫിറ്റിൻ്റെ ഡയഗ്രാം അടുത്ത് വരയ്ക്കുന്നു. അവിടെയും സോ അഗെയിൻ വി ആർ ഡ്രോയിങ് ദി AC കർവ് ഫസ്റ്റ്. അപ്പോൾ ആദ്യം നമ്മൾ AR കർവാണ് ആദ്യം വരയ്ക്കേണ്ടത്. നമ്മൾ ആദ്യം AR കർവ് വരയ്ക്കുന്നു. AR is equal to MR. അപ്പോൾ ഇവിടെ നോർമൽ പ്രോഫിറ്റ് ആയതുകൊണ്ട് ഈ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി മിനിമം പ്രോഫിറ്റ് റിക്വയർഡ് ഫോർ ദി ഫേം ടു കണ്ടിന്യൂ ഇൻ ബിസിനസ് എന്നാണ്. ഈ ബിസിനസ്സിൽ തുടർന്നു പോകാൻ അവർക്ക് കിട്ടേണ്ട ഏറ്റവും ചെറിയ പ്രോഫിറ്റ്.
സോ നോർമൽ പ്രോഫിറ്റ് ഈസ് യൂഷ്വലി ഇൻക്ലൂഡഡ് ഇൻ ആവറേജ് കോസ്റ്റ്. അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കുക, ഈ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നതിൽ നോർമൽ പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇക്വിലിബ്രിയം പോയിന്റിൽ ആവറേജ് റവന്യൂവും ആവറേജ് കോസ്റ്റും ഈക്വൽ ആയിരിക്കണം. നോർമൽ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ആവറേജ് റവന്യൂവും ആവറേജ് കോസ്റ്റും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആവറേജ് റവന്യൂ കർവ് ആവറേജ് കോസ്റ്റ് കർവിന് ടാൻജൻ്റ് ആയിട്ട് ഇക്വിലിബ്രിയത്തിൽ വരണം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു എ സി കർവ് ടാൻജൻ്റ് ആയിട്ട് വരയ്ക്കുക. സോ ദിസ് ഈസ് ദി എ സി കർവ് വിച്ച് ഈസ് ടാൻജൻ്റ് ടു ദി എ ആർ കർവ് അറ്റ് ദിസ് പോയിന്റ്. അപ്പോൾ ഇത് തന്നെ ആയിരിക്കണം നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ്. അപ്പോൾ ഇനി നമ്മളൊരു എം സി കർവ് വരയ്ക്കുക. സോ ദിസ് ഈസ് അവർ എം സി കർവ്. സോ അറ്റ് ദിസ് പോയിന്റ്, പോയിന്റ് ഇ, എം സി ഈസ് ഈക്വൽ ടു എം ആർ. So that is the equilibrium point, and at the same time at the equilibrium point നമ്മൾ ഇവിടുത്തെ ഔട്ട്പുട്ട് മാർക്ക് ചെയ്തു. Q എന്ന് പറയുന്ന ഔട്ട്പുട്ട്, when output is Q, AR is equal to AC. AR ഉം AC യും ഈക്വൽ ആണ്. അതുകൊണ്ട് the firm is getting normal profit. ഇതാണ് നോർമൽ പ്രോഫിറ്റിന്റെ ഡയഗ്രാം. അപ്പോൾ ഇവിടെയും നമ്മൾ ഇത്രയും എക്സ്പ്ലനേഷൻ എഴുതുക. E is the equilibrium point where MC is equal to MR. At the equilibrium point, average revenue is equal to average cost. So the firm is getting normal profit. And Q is the level of output. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ ആണ് ലോസ്. ദർ ഈസ് ദി പോസിബിലിറ്റി ഓഫ് ലോസ് ഓൾസോ ഇൻ ദി ഷോർട്ട് റൺ. അപ്പോൾ ലോസ് നമ്മൾ കാണിക്കണമെങ്കിലും ഫസ്റ്റ് വി ആർ ഡ്രോയിങ് AR ആൻഡ് MR. AR ഉം MR ഉം വരച്ചു. AR is equal to MR. ഇനി നമ്മൾ അടുത്ത് വരയ്ക്കുന്നത് AC ആണ്. പക്ഷെ നമുക്കറിയാം ഇവിടെ ലോസ് ആണെന്നറിയാം. ലോസ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അറ്റ് ദി ഇക്വിലിബ്രിയം പോയിന്റ് AC വിൽ ബി ഗ്രേറ്റർ ദാൻ AR. AC ARനേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് AC കർവ് വരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ ഈ AR കർവിന് മുകളിലായിട്ട് വരയ്ക്കുക. സോ ദിസ് ഈസ് ദി AC കർവ്. And now we draw the MR curve. Sorry, MC curve. ഇനി MC curve ഇങ്ങനെ വരച്ചു. And this is the equilibrium point. E is the equilibrium point. Then mark the output. Q is the output, and here QC is the average cost, but QE is the average revenue. QC average cost ആണ്, QE average revenue ആണ്. So average cost is greater than average revenue. So the firm is incurring a loss. ഫേമിന് നഷ്ടമാണ്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫേമിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് EC ആണ്. ആൻഡ് ദി ടോട്ടൽ ലോസ്, ടോട്ടൽ ലോസ് എത്രയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ y ആക്സിസിൽ നിന്ന് സിയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ദിസ് മച്ച് ഈസ് ദി ടോട്ടൽ ലോസ്. സോ ABCE, ദാറ്റ് ഈസ് ദി ടോട്ടൽ ലോസ് ഓഫ് ദി ഫേം. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ നമുക്ക് ലോസിൻ്റെ ഫേം ഡയഗ്രാം വരയ്ക്കാം. നമ്മളെപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ ഇക്വിലിബ്രിയം പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുക, അവിടെയുള്ള ആവറേജ് റവന്യൂ എത്രയാണെന്ന് പറയുക, ആവറേജ് കോസ്റ്റ് എത്രയാണെന്ന് പറയുക, ലോസ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് എത്രയാണെന്ന് പറയുക, ടോട്ടൽ ലോസ് എത്രയാണെന്ന് പറയുക. സോ ദീസ് ആർ ദി 3 diagrams which we have to draw in the case of equilibrium of a firm under perfect competition. പക്ഷെ ഒരു കാര്യം, നമ്മളോടിപ്പോൾ സ്പെസിഫിക് ആയിട്ട് നോർമൽ പ്രോഫിറ്റ് ലോസ് എന്നൊന്നും പറയുന്നില്ലെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റിൻ്റെ ഡയഗ്രാം വരച്ചാൽ മതിയാവും. നമ്മളോട് സ്പെസിഫിക് ആയിട്ട് സപ്പോസ് എ ഫേം ഈസ് ഇൻകറിങ് എ ലോസ് ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, എക്സ്പ്ലെയിൻ വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം യു ഹാവ് ടു എക്സ്പ്ലെയിൻ വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം എന്ന് ചോദിച്ചാൽ മാത്രം അവിടെ ലോസിൻ്റെ ഡയഗ്രാം വരയ്ക്കുക, അല്ലെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് വേണം വരയ്ക്കാൻ. ബിക്കോസ് യൂഷ്വലി ഇൻ ദി ഷോർട്ട് റൺ ഫേം വിൽ ഗെറ്റ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. ഇനിയും ലോങ് റൺ ആണ് സാധാരണഗതിയിൽ നിങ്ങളോട് ഷോർട്ട് റൺ ഒന്നും ലോങ് റൺ ഒന്നും പ്രത്യേകിച്ചൊന്നും ചോദിക്കാറില്ല. ഇൻ കേസ് ഇഫ് ലോങ് റൺ ഈസ് ആസ്ഡ്,
then you must draw the diagram for normal profit only. നോർമൽ പ്രോഫിറ്റിൻ്റെ ഡയഗ്രാം മാത്രമേ വരയ്ക്കാവൂ. കാരണം ലോങ് റണ്ണിൽ എ ഫേം വിൽ ഓൾവേസ് ഗെറ്റ് നോർമൽ പ്രോഫിറ്റ് ഓൺലി. അതിൻ്റെ റീസൺ ഓൾറെഡി രണ്ട് പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വെൻ ദർ ഈസ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഇൻ ദി ലോങ് റൺ, ന്യൂ ഫേംസ് വിൽ എൻ്റർ, സോ പ്രോഫിറ്റ് വിൽ ഡിക്രീസ്. വെൻ ദർ ഈസ് ലോസ്, സം ഓഫ് ദി എക്സിസ്റ്റിംഗ് ഫേംസ് വിൽ ലീവ് ദി മാർക്കറ്റ്. അതുകൊണ്ട് സപ്ലൈ കുറയും. സപ്ലൈ കുറയുന്നുണ്ട്, പ്രൈസ് കൂടും, അവർക്ക് വീണ്ടും നോർമൽ പ്രോഫിറ്റ് കിട്ടും. എക്സിസ്റ്റിംഗ് ഫേംസിന് നോർമൽ പ്രോഫിറ്റ് കിട്ടും. അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, വൈ എ ഫേം വിൽ ഓൾവേസ് ഗെറ്റ് നോർമൽ പ്രോഫിറ്റ് ഇൻ ദി ലോങ് റൺ എന്ന് വേണമെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ ദാറ്റ് മച്ച് ഓൺലി അബൌട്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് monopoly. So monopoly, mono means single and poly means seller. So monopoly means a single seller, and it is a market situation in which a single seller controls the entire supply of a commodity. അപ്പം ഒരു കമ്മോഡിറ്റിയുടെ മുഴുവൻ, അല്ലെങ്കിൽ സർവീസ് ആയാലും ഒരു പ്രോഡക്റ്റ് ആയാലും അതിൻ്റെ മുഴുവൻ സപ്ലൈ നടത്തുന്നത് ഒരു ഫേം ആയിരിക്കും. ആ ഫേമാണ് മൊണോപോളിസ്റ്റ് എന്ന് പറയുന്നത്. So that is monopoly. It is a market situation in which a single seller controls the entire supply of a commodity. So the monopolist has full control over the price and output. ഒരു സെല്ലർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്തായിരിക്കണം, എത്രത്തോളം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് ആ സിംഗിൾ ഫേമാണ്, മൊണോപോളിസ്റ്റാണ്. In our country we can say our railway is an example of monopoly. It is a government monopoly. Railway is a monopoly. Then what are the features of monopoly? There is only a single seller. There is only single seller. So നിങ്ങൾ ഫീച്ചേഴ്സ് പഠിക്കുമ്പോൾ എപ്പോഴും ചെയ്യേണ്ടത്, യു മേ മേക്ക് എ കമ്പാരിസൺ വിത്ത് ദി പ്രീവിയസ് മാർക്കറ്റ് സിറ്റുവേഷൻസ്. അപ്പോൾ ഓർക്കുക, പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ദർ ആർ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ഇപ്പോൾ മൊണോപ്പൊളിയിലേക്ക് വന്നപ്പോൾ അവിടെ സിംഗിൾ സെല്ലറേ ഉള്ളൂ. അതുകൊണ്ട് ദർ ഈസ് നോ കോമ്പറ്റീഷൻ. അത് നോ കോമ്പറ്റീഷൻ എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് ഫീച്ചറായിട്ട് വേണമെങ്കിലും പറയാം. സിൻസ് ദർ ഈസ് ഓൺലി എ സിംഗിൾ സെല്ലർ, ദർ ഈസ് നോ കോമ്പറ്റീഷൻ. ദെൻ അനദർ ഫീച്ചർ ഈസ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അപ്പം മൊണോപ്പൊളിയിൽ ഒരു സെല്ലറേ ഉള്ളൂ. ഇയാൾ വിൽക്കുന്ന പ്രോഡക്റ്റിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്സും അവൈലബിൾ അല്ല. അല്ലെങ്കിൽ ഈ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് മറ്റൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. വി ഹാവ് ടു പർച്ചേസ് ദിസ് പ്രോഡക്റ്റ് ഫ്രം ദി മൊണോപോളിസ്റ്റ്. സോ ദർ ആർ നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ദറ്റ് ഈസ് അനദർ ഫീച്ചർ. ദെൻ തേർഡ് വൺ ഈസ് ബാരിയേഴ്സ് ടു എൻട്രി. ദർ ആർ സർട്ടൻ റെസ്ട്രിക്ഷൻസ് ടു ദി എൻട്രി ഓഫ് ന്യൂ ഫേംസ്. ഇന്ത്യൻ റെയിൽവേയുടെ കേസിൽ പുതിയ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് പോയി ട്രെയിൻ ഓടിക്കാൻ പറ്റില്ല. കാരണം ദറ്റ് ഈസ് ലീഗലി പ്രൊട്ടക്റ്റഡ്. അപ്പോൾ ചില കേസിൽ ദർ ക്യാൻ ബി ലീഗൽ ബാരിയേഴ്സ് ആവാം. ഇല്ലെങ്കിൽ സംടൈംസ് ദി ടെക്നോളജി ടു പ്രൊഡ്യൂസ് ദിസ് പ്രോഡക്റ്റ് വിൽ ബി അവൈലബിൾ ടു വൺ ഫേം ഓൺലി. അപ്പോൾ അത് ടെക്നോളജിക്കൽ ബാരിയറാണ്. മറ്റു ഫേംസിനൊന്നും ഈ ടെക്നോളജി അറിയില്ല. അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് വിൽ ബി അവൈലബിൾ ടു വൺ പെർട്ടിക്കുലർ ഫേം. ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ബാരിയേഴ്സ് കൊണ്ട് മറ്റ് ഫേംസിന് ഈ ഫീൽഡിലേക്ക് വരാൻ സാധിക്കില്ല. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് മൊണോപ്പൊളി. നിങ്ങൾ ഇപ്പോൾ മൊണോപ്പൊളിയെയും പെർഫെക്റ്റ് കോമ്പറ്റീഷനെയും കമ്പയർ ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മൊണോപ്പൊളി ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതിൻ്റെ മേജറായിട്ടുള്ള ഫീച്ചേഴ്സ് എടുത്ത് കമ്പയർ ചെയ്യണം. ഇപ്പം നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, അതൊരു കമ്പാരിസൺ ആണ്. ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ദർ ആർ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ബട്ട് ഇൻ മൊണോപ്പൊളി ദർ ഈസ് ഓൺലി എ സിംഗിൾ സെല്ലർ. ഇനി മറ്റൊന്ന് പറയാവുന്നത്, ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ദർ ഈസ് ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്, ബട്ട് ഇൻ മൊണോപ്പൊളി ദർ ആർ ബാരിയേഴ്സ് ടു എൻട്രി. ഇനി മറ്റൊന്നാണ്, മൊണോപ്പൊളിസ്റ്റ് ഈസ് എ പ്രൈസ് മേക്കർ, ബട്ട് ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എ ഫേം ഈസ് എ പ്രൈസ് ടേക്കർ. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. പ്രൈസ് ടേക്കറാണ്, ഇവിടെ പ്രൈസ് മേക്കറാണ്. ഇതൊക്കെ ഇതിൻ്റെ മേജറായിട്ടുള്ള ഫീച്ചേഴ്സാണ്. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ ഓർത്ത് വയ്ക്കുക. In monopoly there is only a single seller, so he can charge any price. Then downward sloping demand curve. In perfect competition demand curve is a horizontal straight line, perfectly elastic ആണ്. പക്ഷെ മൊണോപ്പൊളിയിൽ ഡിമാൻഡ് കർവ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്.
അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത് ഇതാണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് എന്നാണ്. അപ്പോൾ മൊണോപ്പൊളിയിലെ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, ലെസ് ഇലാസ്റ്റിക് ആണ്. കാരണം മൊണോപ്പൊളിസ്റ്റ് ക്യാൻ ചാർജ് എനി പ്രൈസ്. പക്ഷേ ആരാണ് തീരുമാനിക്കുന്നത് ഇത് വാങ്ങണോ വേണ്ടയോ എന്ന്? ഇറ്റ് ഈസ് ദി ബയേഴ്സ് ഓർ കൺസ്യൂമേഴ്സ്. സോ ദി കൺസ്യൂമേഴ്സ് വിൽ ബൈ മോർ ഓൺലി അറ്റ് എ ലോവർ പ്രൈസ്. നമ്മൾ കൂടുതൽ വാങ്ങണമെങ്കിൽ ഈ മൊണോപോളിസ്റ്റ് ഇതിൻ്റെ പ്രൈസ് കുറയ്ക്കണം. അതുകൊണ്ടാണ് ഈ ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ AR കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആകുന്നത്. വാട്ട് എവർ മേ ബി ദി മാർക്കറ്റ് സിറ്റുവേഷൻ, AR കർവ് ഈസ് ദി ഡിമാൻഡ് കർവ്. ആവറേജ് റവന്യൂ കർവിനെയാണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഡിമാൻഡ് AR കർവും MR കർവും എങ്ങനെയാണ് മൊണോപ്പൊളിയിൽ വരുന്നതെന്ന് വരച്ച് കാണിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അല്പം കൂടെ ലെസ് ഇലാസ്റ്റിക് ആയിട്ട് ഇത് വരയ്ക്കാം. ഞാൻ പെട്ടെന്ന് അങ്ങനെ ഇത് ഡയഗ്രാം ഇവിടെ കോപ്പി ചെയ്തപ്പോൾ അങ്ങനെ ആയിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. ദെൻ ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ. ഇതാണ് ഡയഗ്രാം, നമ്മുടെ MCMR അപ്രോച്ചിലെ ഡയഗ്രാം. ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ TCTR അപ്രോച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. MCMR അപ്രോച്ചാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. MCMR അപ്രോച്ചിൽ ദിസ് ഈസ് ദി ഡയഗ്രാം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഓർഡർ കീപ്പ് ചെയ്ത് പിന്നെ ഈ കർവ്സ് എല്ലാം വരയ്ക്കുക. സോ ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ് ബെറ്റർ, I will draw the diagram. So whatever may be the market situation, first you draw. ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് AR കർവ് ആണ്. അപ്പോൾ ഇവിടെ AR കർവ് വരയ്ക്കുമ്പോൾ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് വേണം വരയ്ക്കാൻ. സോ ദിസ് ഈസ് ദി AR കർവ്. ദെൻ യു ഡ്രോ ദി MR കർവ്. AR വരച്ചാൽ പിന്നെ നമ്മൾ അടുത്ത് വരയ്ക്കുന്നത് MR കർവ് ആണ്. ഇവിടെ നമ്മൾ MR കർവ് വരച്ചു. So AR and MR. Then ഇനി നമുക്ക് വരയ്ക്കേണ്ടത്, മൂന്നാമതായിട്ട് വരയ്ക്കേണ്ടത് AC കർവാണ്. AC കർവ് വരയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. സോ ഇൻ മൊണോപ്പൊളി എ ഫേം വിൽ ഗെറ്റ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റിൽ ACയുടെ ഒരു പോർഷൻ ARന് താഴെ വരണം. അപ്പോൾ AC കർവ് വരയ്ക്കുമ്പോൾ നമ്മൾ ഈ രീതിയിൽ വേണം വരയ്ക്കാൻ. സോ ദിസ് ഈസ് ദി AC കർവ്. മാർക്ക് ദി ലോവസ്റ്റ് പോയിന്റ്. ദെൻ വി ഡ്രോ ദി MC കർവ്. സോ ദിസ് ഈസ് ദി MC കർവ്. ദിസ് ഈസ് ദി ഇക്വിലിബ്രിയം പോയിന്റ്. E is the equilibrium point where MC is equal to MR. Then we have to mark the price and quantity. For that we draw a straight line through this equilibrium point. Q is the output the monopolist will produce, and how much is the average cost? Average cost is QC. QC is the average cost. So this much only the average cost. But QD is the average revenue. QD is the average revenue. So how much is the profit per unit of output that the monopolist is getting? CD is the profit per unit of output. അപ്പോൾ ഇത്രയും പ്രോഫിറ്റ്, ഒരു യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആണ് CD എന്ന് പറയുന്നത്. ദ ടോട്ടൽ പ്രോഫിറ്റ് വി ക്യാൻ ഫൈൻഡ് so this A, B,
CD. This much is the total profit. മോണോപോളിസ്റ്റ് കിട്ടുന്ന മൊത്തത്തിലുള്ള പ്രോഫിറ്റ് ഇതാണ്. ഇനിയും മോണോപോളിസ്റ്റ് ചാർജ് ചെയ്യുന്ന പ്രൈസ് ഇവിടെ OA ആയിരിക്കും. That is the average revenue. So OA will be the price and OQ will be the quantity produced by the monopolist. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഇക്വിലിബ്രിയം പോയിന്റിനെ കുറിച്ച് പറയുക. How much is the average revenue? QD is the average revenue, but QC is the average cost. So CD is the profit per unit of output, and the total profit is ABCD. So this is the diagram for monopolist, equilibrium of a monopolist, and he is getting super normal profit. സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടുന്ന ഡയഗ്രാം വേണം നമ്മളിവിടെ വരയ്ക്കാൻ. കാരണം ഈ മൊണോപോളിസ്റ്റിന് എപ്പോഴും സാധാരണഗതിയിൽ മൊണോപോളിസ്റ്റിന് കിട്ടുന്നത് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആയിരിക്കും. സോ വി ഡ്രോ ദിസ് ഡയഗ്രാം. മൊണോപോളിയുടെ കേസിൽ നമുക്ക് മറ്റ് ഡയഗ്രാംസ് വരയ്ക്കേണ്ട കാര്യമില്ല. നോർമൽ പ്രോഫിറ്റും പിന്നെ ലോസും വരുന്ന സിറ്റുവേഷൻ വളരെ അപൂർവമാണ്. ബട്ട് ദർ ആർ ചാൻസസ് ലൈക്ക് sometimes there will be government regulation. Because of that, sometimes a monopolist may get normal profit or loss. അത് പക്ഷേ വളരെ റയർ ആയിട്ട് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. So this is the diagram. And as per syllabus about monopoly, one more thing we have to study, that is regulation of monopoly. There are three ways in which monopoly is controlled. മൊണോപ്പൊളിയെ റെഗുലേറ്റ് ചെയ്യാൻ 3 മെഷേഴ്സ് ഗ്രിഗറി മാൻഗീവ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രിഗറി മാൻഗീവ് എന്ന് പറയുന്നത് നിങ്ങളുടെ സിലബസിൽ റെഫറൻസ് ബുക്കായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പം അതിൽ പറയുന്നത് ഒന്ന്, ഇൻക്രീസിങ് കോമ്പറ്റീഷൻ വിത്ത് ആൻറ്റി ട്രസ്റ്റ് ലോസ്. അതായത് ഈ അമേരിക്കയിലൊക്കെ ഇതിന് പറയുന്നത് ആൻറ്റി ട്രസ്റ്റ് ലോസ് എന്നാണ്. കോമ്പറ്റീഷൻ കൂട്ടുക, മൊണോപ്പൊളിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ലോസ് ആണ്. മെയിൻലി ദിസ് ലോ പ്രിവെൻറ്റ്സ് ദി മെർജിങ് ഓഫ് ഫേംസ്. പല ഫേംസ് തമ്മിൽ ഒരുമിച്ച് മെർജ് ചെയ്യാൻ അനുവദിക്കില്ല. ഈ ലോ അതിന് അനുവദിക്കില്ല. അപ്പം പല ഫേംസ് ഒരുമിച്ച് മെർജ് ചെയ്താൽ അതെന്താവും, ഒരു മൊണോപ്പൊളി ആയിട്ട് മാറും. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ലോ ആണ് ഈ ആൻറ്റി ട്രസ്റ്റ് ലോ. സോ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ആൻറ്റി ട്രസ്റ്റ് ലോസ് വി ക്യാൻ അവോയ്ഡ് മൊണോപ്പൊളി ആൻഡ് ഇൻക്രീസ് കോമ്പറ്റീഷൻ ഇൻ ദി ഇക്കോണമി. And in India we have a law like MRTP Act, Monopoly and Restrictive Trade Prevention Act. അതാണ് ഇന്ത്യയിൽ നമുക്ക് ഈ മൊണോപ്പൊളിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലോ. ഇനി അടുത്തത് റെഗുലേഷൻ. റെഗുലേഷൻ എന്ന് പറയുമ്പോൾ ദി ഗവൺമെൻറ് വിൽ റെഗുലേറ്റ് ദി പ്രൈസ് ചാർജ്ഡ് ബൈ ദി മൊണോപോളിസ്റ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്കറിയാം കേരളത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡ്, വാട്ടർ സപ്ലൈ, ഇതൊക്കെ ഒരു പരിധിവരെ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലുള്ള മൊണോപോളീസ് ആണ്. അപ്പോൾ ഇവർ ഒരു പ്രത്യേക അതോറിറ്റിയൊക്കെ ആണെങ്കിലും ദേ കനോട്ട് ചാർജ് എനി പ്രൈസ്. ഇപ്പോൾ വാട്ടർ ചാർജ് കൂട്ടുന്നതിന് മുമ്പേ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണം, അല്ലെങ്കിൽ ഗവൺമെൻറ് പറയുന്നത് പോലെ കേൾക്കാൻ പറ്റുള്ളൂ. അതാണ് റെഗുലേഷൻ എന്ന് പറയുന്നത്, റെഗുലേറ്റിംഗ് ദി പ്രൈസ് ചാർജ്ഡ് ബൈ ദി മൊണോപോളിസ്റ്റ്. ഇനി അടുത്തത് പബ്ലിക് ഓണർഷിപ്പ്. ദാറ്റ് മീൻസ് ദിസ് മൊണോപ്പൊളി ഫേം ഈസ് ബ്രിങ്ങിങ് അണ്ടർ ദി ഓണർഷിപ്പ് ഓഫ് ദി ഗവൺമെൻറ്. അതത്ര ഈസി അല്ല. അപ്പോൾ അങ്ങനെയൊന്നും ഇപ്പോൾ കൂടുതൽ അങ്ങനെയൊന്നും ചെയ്യാറില്ല. എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഫേമിനെ അതിനെ നാഷണലൈസ് ചെയ്ത് ഗവൺമെൻറ് ഫേം ആക്കി മാറ്റുക, ദറ്റ് ഈസ് പബ്ലിക് ഓണർഷിപ്പ്. ഇപ്പോൾ ഈ 3 രീതിയിലും നമുക്ക് മൊണോപ്പൊളിയെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നിങ്ങളുടെ സിലബസിൽ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ്, റെഗുലേഷൻ ഓഫ് മൊണോപ്പൊളി. സോ യു റിമെമ്പർ ദീസ് 3 points: ഇൻക്രീസിങ് കോമ്പറ്റീഷൻ വിത്ത് ആൻറ്റി ട്രസ്റ്റ് ലോസ്, റെഗുലേഷൻ ആൻഡ് പബ്ലിക് ഓണർഷിപ്പ്. പിന്നെ നിങ്ങൾ കഴിയുന്നതും പോയിന്റ്സ് കൃത്യമായി എഴുതണം. യു ക്യാൻ റൈറ്റ് ദി എക്സ്പ്ലനേഷൻ ഇൻ യുവർ ഓൺ വേർഡ്സ്. എക്സ്പ്ലനേഷൻ കാണാതെ പഠിച്ചു വയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ റെഗുലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 2 സെൻറ്റൻസ് അതിനെക്കുറിച്ച് എഴുതാൻ കഴിയണം. അപ്പോൾ അത് നമ്മുടെ വേർഡ്സിൽ തന്നെ, നമ്മുടെ സ്വന്തം വേർഡ്സിൽ നമുക്ക് എഴുതാൻ പറ്റും. Then, so that much only about monopoly. പിന്നെ എൻ്റെ ബുക്കിൽ ഞാൻ 1-2 കൺസെപ്റ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, ഡംപിങ്, ഇതൊന്നും സിലബസിൽ പറഞ്ഞിട്ടുള്ളതല്ല. അത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ റീഡ് ദാറ്റ് ഓൾസോ. The next market situation is monopolistic competition. So it is a market situation in which
there are a large number of buyers and sellers dealing in a differentiated product. അപ്പോൾ അടുത്ത് നമ്മൾ മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണ് പറയുന്നത്. ഇറ്റ് ഈസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ ഇൻ വിച്ച് ദർ ആർ എ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഡീലിംഗ് ഇൻ എ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റ്. അപ്പോൾ ഇവിടെ മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇതിൽ ഒരു മൊണോപോളിയുടെ എലമെൻറ്റും ഉണ്ടാകും, കോമ്പറ്റീഷൻ്റെ എലമെൻറ്റും ഉണ്ടാകും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് പറയണം. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ ഇൻ വിച്ച് there are a large number of buyers and sellers dealing in a differentiated product. ഇപ്പോൾ നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ കണ്ടു there are large number of buyers and sellers. ഇവിടെയും ലാർജ് നമ്പർ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ഹോമോജിനസ് പ്രോഡക്റ്റ് ആയിരുന്നു. ഇവിടെ ഈ സെല്ലേഴ്സ് വിൽക്കുന്നതൊക്കെ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റ് ആണ്. സോ ഈ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഈച്ച് സെല്ലർ ഈസ് സെല്ലിംഗ് എ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ്. അതായത് ഇപ്പോൾ ഒരാൾ സോപ്പ് വിൽക്കുന്നു, മറ്റൊരാൾ ടൂത്ത് പേസ്റ്റ് വിൽക്കുന്നു, വേറൊരാൾ ഇനിയും മറ്റെന്തെങ്കിലും വിൽക്കുന്നു, ഓയിൽ വിൽക്കുന്നു. അപ്പോൾ അതല്ല ഈ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ദി പ്രോഡക്റ്റ് വിൽ ബി സെയിം, ബട്ട് അല്ലെങ്കിൽ ഇതിൽ ഏത് പ്രോഡക്റ്റ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കും. ഇപ്പം നമുക്ക് ജസ്റ്റ് യു ടേക്ക് ദി കേസ് ഓഫ് ടൂത്ത് പേസ്റ്റ് പലതുണ്ട്. അതൊരു മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ വരുന്ന ഒരു മാർക്കറ്റ് സിറ്റുവേഷനാണ്. അവിടെ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പം ഇപ്പോൾ കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റും ക്ലോസപ്പും ഇങ്ങനെയുള്ള പല ടൂത്ത് പേസ്റ്റ് ഉണ്ട്. ഇതെല്ലാം ഒന്നല്ല, എല്ലാം വളരെ ക്ലോസ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. പക്ഷെ ചെറിയ വ്യത്യാസം ഈ എല്ലാ പ്രോഡക്ട്സും തമ്മിലുണ്ടാവും. ദർ വിൽ ബി സ്മോൾ ഡിഫറൻസസ്. പിന്നെ അത് മാത്രമല്ല, ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഒരു യുണീക്ക് ഫീച്ചർ ഉണ്ടാവും. ഇപ്പോൾ കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് പറയുന്നു, ഇത് ഞങ്ങളുടെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചാൽ ദാറ്റ് വിൽ പ്രൊട്ടക്ട് യുവർ ഗം ആൻഡ് ടീത്ത്. ക്ലോസപ്പ് ടൂത്ത് പേസ്റ്റ് പറയും ഞങ്ങളുടെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ യുവർ സ്മൈൽ വിൽ ബി ബെറ്റർ, നിങ്ങൾക്കൊരു നല്ല സ്മൈൽ ഉണ്ടാവും എന്നൊക്കെ പറയും. അപ്പോൾ ഇവരൊക്കെ അവകാശപ്പെടുന്നത് ദേ ആർ ക്ലെയിമിങ് എ യുണീക്ക് ഫീച്ചർ ഫോർ ദെയർ പ്രോഡക്റ്റ്. ഏതെങ്കിലും ഇപ്പോൾ അല്ലെങ്കിൽ സോപ്പ് എടുക്കുകയാണെങ്കിൽ പിയർ സോപ്പ്, ദി കമ്പനി ഈസ് ക്ലെയിമിങ് ദാറ്റ് ഇറ്റ് കണ്ടെയ്ൻസ് മോർ ഗ്ലിസറിൻ. അതാണ് അവരുടെ യുണീക്ക് ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രോഡക്റ്റിനും അവരുടേതായിട്ടുള്ള ഒരു യുണീക്ക് ഫീച്ചർ ഉണ്ടാവും. ദാറ്റ് ഗീവ്സ് ദം സം കൈൻഡ് ഓഫ് മൊണോപ്പൊളി പവർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പിയർ സോപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർ അവരത് തന്നെ വീണ്ടും വീണ്ടും വാങ്ങും, അവർക്കതാണ് ഇഷ്ടം. അപ്പോൾ ദാറ്റ് വിൽ ഗീവ് ദി കമ്പനി some kind of monopoly power over their product. കാരണം ആ പ്രോഡക്റ്റിന് മാത്രം ക്ലെയിം ചെയ്യാവുന്ന ചില ഫീച്ചേഴ്സ് അതിനുണ്ട്. പക്ഷേ അറ്റ് ദി സെയിം ടൈം ഈച്ച് സെല്ലർ ഈസ് ഫേസിങ് സിവിയർ കോമ്പറ്റീഷൻ ഫ്രം അതർ സെല്ലേഴ്സ്. കാരണം എല്ലാവരും വിൽക്കുന്നത് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അതിൻ്റെ അർത്ഥം അവിടെ കോമ്പറ്റേറ്റീവ് എലമെൻസും ഉണ്ട്. സോ monopoly element is there, competitive elements are also there. So we can say monopolistic competition is a combination of perfect competition and monopoly. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ലാർജ് ആണെങ്കിലും ഇറ്റ് ഈസ് നോട്ട് ആസ് ലാർജ് ആസ് ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ അത്രയും ലാർജ് അല്ല. ഇനി പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ, ഇതൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. കമ്പാരിസൺ ചോദിച്ചാൽ ഈ പോയിന്റ്സ് എല്ലാം എഴുതണം. പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ, ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ദർ ഈസ് എ ഹോമോജിനസ് പ്രോഡക്റ്റ്, ബട്ട് ഹിയർ ദി പ്രോഡക്ട്സ് ആർ ഡിഫറൻഷിയേറ്റഡ്. എല്ലാം ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണെങ്കിലും ഓരോന്നും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. സംടൈംസ് it will be different in color or shape or taste or smell, packing. ഇതിൽ ഏതിലെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. Then the third important feature is selling cost. നേരത്തെ പറഞ്ഞ രണ്ടിനും ഇല്ലാത്ത ഒരു ഫീച്ചറാണ് സെല്ലിംഗ് കോസ്റ്റ്. സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്
See, since there is very tight competition between firms, these firms spend huge amounts on advertisement and other sales promotion activities. അഡ്വർടൈസ്മെൻറ്റിനും അതുപോലെയുള്ള സെയിൽസ് പ്രൊമോഷനും വേണ്ടി ഇവർ വലിയ എമൗണ്ട് ചിലവാക്കും. ആ എക്സ്പെൻസാണ് സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു പുതിയ ഫീച്ചറാണ്. ഇൻ മൊണോപ്പൊളി ദർ ഈസ് നോ സെല്ലിംഗ് കോസ്റ്റ്. ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഓൾസോ ദർ ഈസ് നോ സെല്ലിംഗ് കോസ്റ്റ്. പക്ഷേ ഇവിടെ സെല്ലിംഗ് കോസ്റ്റ് ഉണ്ട്. ദെൻ ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. ഹിയർ ഓൾസോ ദർ ഈസ് ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. വെൻ ദർ ഈസ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്, ന്യൂ ഫേംസ് വിൽ എൻ്റർ. വെൻ ദർ ഈസ് ലോസ്, some of the existing firms will leave the market. അപ്പോൾ ഒരു ഫേമിന് ലോങ് റണ്ണിൽ എപ്പോഴും ഇവിടെയും നോർമൽ പ്രോഫിറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ. സോ ദി ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് എൻഷുവേഴ്സ് നോർമൽ പ്രോഫിറ്റ്. ദെൻ നെക്സ്റ്റ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ്. ഞാൻ മൊണോപ്പൊളിയുടെ കേസ് പറഞ്ഞപ്പോൾ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞു. ഇവിടെ അത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് ആണ്. മോർ ഇലാസ്റ്റിക് ആവാൻ കാരണം ഹിയർ ദർ ആർ എ നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോൾ ഒരാൾ പ്രൈസ് കൂട്ടിയാൽ നമ്മൾ അയാളുടെ നിന്ന് വാങ്ങണമെന്നില്ല, നമുക്ക് വേറൊരാളുടെ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ ഇയാളുടെ ഡിമാൻഡ് കുറയും. അതുകൊണ്ടാണ് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഡിമാൻഡ് കർവ് മൊണോപ്പൊളിയിലെയും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലെയും ഡിമാൻഡ് കർവ് എങ്ങനെ ഇരിക്കും എന്നൊന്ന് നോക്കാം. ഞാനിവിടെ മൊണോപ്പൊളിയിലെയും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലെയും ഡിമാൻഡ് കർവ്സ് വരയ്ക്കുകയാണ്. This is one demand curve, AR curve, and then I am drawing a downward sloping AR curve again. What is the difference between these two? One is less price elastic and the other one is more price elastic. The first one is less price elastic and the second one is more price elastic. Both are ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് മൊണോപ്പൊളിയിലെ ഡിമാൻഡ് കർവാണ്. രണ്ടാമത്തെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലെ ഡിമാൻഡ് കർവാണ്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലെ ഡിമാൻഡ് കർവ് മോർ പ്രൈസ് ഇലാസ്റ്റിക് ആണ്. മൊണോപ്പൊളിയിലെ ഡിമാൻഡ് കർവ് ലെസ് പ്രൈസ് ഇലാസ്റ്റിക്കുമാണ്. അപ്പോൾ ആ ഡിമാൻഡ് കർവ്സ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വി ഹാവ് ടു എക്സ്പ്ലെയിൻ MCMR അപ്രോച്ച്, ഇക്വിലിബ്രിയം. അപ്പോൾ ഇവിടെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനെ സംബന്ധിച്ചോളം there are three possibilities. One is super normal profit, then there can be normal profit and there can be loss. ഇപ്പോൾ ഓൾറെഡി നമ്മൾ മൊണോപ്പൊളിയുടെ കേസിലെ സൂപ്പർ നോർമൽ പ്രോഫിറ്റിൻ്റെ ഡയഗ്രാം ഞാൻ ഓൾറെഡി വരച്ചു കഴിഞ്ഞു. അതിനി ഞാൻ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, സെയിം ഡയഗ്രാം. ഇപ്പോൾ നമ്മൾ ഇക്വിലിബ്രിയത്തിൻ്റെ ഡയഗ്രാം വരയ്ക്കുമ്പോൾ അവിടെ അത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഒന്നും ആരും ചെക്ക് ചെയ്യില്ല. നിങ്ങൾക്ക് ആ സെയിം ഡയഗ്രാം തന്നെ വരയ്ക്കാം. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഒന്നാമത്തെ ഡയഗ്രാം എന്ന് പറയുന്നത് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടുന്ന ഡയഗ്രമാണ്. അത് ഞാൻ ഇനിയും വീണ്ടും വരയ്ക്കുന്നില്ല. മറ്റ് രണ്ട് ഡയഗ്രാംസ് ഞാൻ ഒന്നുകൂടെ വരച്ച് കാണിക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. അത് ഓൾറെഡി നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത് നോർമൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ. ഇപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ലോങ് റണ്ണിൽ എപ്പോഴും ഒരു ഫേമിന് നോർമൽ പ്രോഫിറ്റ് ആയിരിക്കും കിട്ടേണ്ടത്. ഷോർട്ട് റണ്ണിലും പോസിബിലിറ്റി ഉണ്ട്. സോ ഫസ്റ്റ് യു ഡ്രോ ദി AR കർവ്. AR കർവ് വരയ്ക്കുമ്പോൾ അല്പം സ്റ്റീപ്പാക്കി വരയ്ക്കുക, എങ്കിലേ നമുക്ക് ഈ ലെസ് ഇലാസ്റ്റിക് ആയിട്ട് കുറച്ചൊന്ന് ലെസ് ഇലാസ്റ്റിക് ആക്കി വരയ്ക്കുക, എങ്കിലേ നമുക്ക് ഈ കറക്റ്റായിട്ട് നോർമൽ പ്രോഫിറ്റിൻ്റെ ഡയഗ്രാം വരച്ച് എടുക്കാൻ സാധിക്കുള്ളൂ. Then we draw the MR curve. AR and MR. ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് AC curve ആണ്. Since there is normal profit, the AC must be tangent to the AR curve at the point of equilibrium. Equilibrium പോയിന്റിൽ AC curve ARന് ടാൻജന്റ് ആയിട്ട് വരണം. അങ്ങനെ ടാൻജന്റ് ആയിട്ട് വരണമെങ്കിൽ നമ്മൾ ഒരിക്കലും AC കർവിൻ്റെ ലോവസ്റ്റ് പോയിന്റിൽ ഇവിടെ ടാൻജൻസി വരാൻ സാധിക്കില്ല. ബിക്കോസ് മാത്തമാറ്റിക്കലി ദാറ്റ് ഈസ് റോങ്.
എ ആർ ഈസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ്. അപ്പോൾ എ സി യു ഷേപ്പാണ്. അതിൻ്റെ ലോവസ്റ്റ് പോയിന്റിൽ ടാൻജൻസി വരരുത്. നമ്മൾ ടാൻജൻസി എടുക്കുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് പോർഷനിൽ വേണം ടാൻജൻസി കൊണ്ടുവരാൻ. സോ ദിസ് ഈസ് ദി എ സി കർവ്. ഇതിൻ്റെ ലോവസ്റ്റ് പോയിന്റ് ഇവിടെയാണ്, പക്ഷെ ടാൻജൻസി വന്നിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അതിന് സ്ട്രെയിറ്റ് ആയിട്ട് വേണം നമ്മുടെ ഇക്വിലിബ്രിയം നമുക്ക് പോയിന്റ് നമ്മൾ എടുക്കാൻ. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഈ ടാൻജൻസി പോയിന്റിൽ നിന്ന് ഒരു ലൈൻ താഴേക്ക് വരയ്ക്കുക. അപ്പോൾ അങ്ങനെ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ ഈ ലൈൻ എവിടെയാണോ എം ആർ കർവിനെ ഇന്റർസെക്റ്റ് ചെയ്യുന്നത് ആ പോയിന്റ് ആയിരിക്കും ഇക്വിലിബ്രിയമായിട്ട് വരേണ്ടത്. എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലൂടെ വേണം നമ്മുടെ എം സി കർവ് ഇത് ഇന്റർസെക്റ്റ് ചെയ്ത് പോകാൻ. സോ വി ആർ ഡ്രോയിങ് ദി എം സി കർവ്. ദിസ് ഈസ് ദി എം സി കർവ്. So at this point MC is equal to MR, so E is the equilibrium point. അപ്പോൾ ആ ഇക്വിലിബ്രിയം പോയിന്റിൽ നമുക്ക് എന്താണ്, ഈ Q എന്ന് പറയുന്ന ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ദി പ്രൈസ് വിൽ ബി, സപ്പോസ് ഇറ്റ് ഈസ് P, ഇക്വിലിബ്രിയം പ്രൈസ് P ആണ്. ഇനിയും ഇവിടുത്തെ ആവറേജ് റവന്യൂവും ആവറേജ് കോസ്റ്റും രണ്ടും ഈക്വൽ ആണ്. സപ്പോസ് ഐ ആം ടേക്കിംഗ് ഇറ്റ് ആസ് B. അപ്പോൾ ഇവിടെ അറ്റ് ദി പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം ആവറേജ് റവന്യൂ ഈസ് ഈക്വൽ ടു ആവറേജ് കോസ്റ്റ്. സോ ദി ഫേം ഈസ് ഗെറ്റിംഗ് നോർമൽ പ്രോഫിറ്റ്. ഇതാണ് നോർമൽ പ്രോഫിറ്റിന്റെ ഡയഗ്രാം. ലോങ് റൺ ഇക്വിലിബ്രിയം വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ ഡയഗ്രാം വരയ്ക്കുക, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ആവശ്യപ്പെട്ടാൽ. അതർവൈസ് ഇഫ് ഇക്വിലിബ്രിയം അണ്ടർ മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ മാത്രം ചോദിച്ചാൽ നിങ്ങൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റിന്റെ ഡയഗ്രാം വരച്ചാലും മതി. സമയമുണ്ടെങ്കിൽ മൂന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം. So this is the diagram for normal profit. Then we have to draw the diagram for loss also. അപ്പോൾ അവിടെയും നമ്മൾ ആദ്യം ചെയ്യുന്നത് എ ആറും എം ആറും വരയ്ക്കുക. എപ്പോഴും ആ ഓർഡർ ഓർത്തിരിക്കുക. ഓർഡർ തെറ്റിക്കാതെ വരച്ചാൽ നിങ്ങൾക്ക് ഡയഗ്രത്തിൽ മിസ്റ്റേക്ക് ഉണ്ടാവില്ല. എ ആർ കർവ് വരച്ചു. നെക്സ്റ്റ് വി ആർ ഡ്രോയിങ് ദി എം ആർ കർവ്. എം ആർ വരച്ചു. ഇനി നമ്മൾ അടുത്ത് വരയ്ക്കുന്നത് എ സി ആണ്. സോ വി നോ ദാറ്റ് ദർ ഇസ് എ ലോസ്. അപ്പോൾ എ സി എന്ന് പറയുന്നത് എ ആറിന് മുകളിലേക്ക് വേണം വരയ്ക്കാൻ. ദിസ് ഈസ് ദി എ സി കർവ് ആൻഡ് ദെൻ വി ഡ്രോ ദി എം സി കർവ്. എം സി കർവ് വരച്ചു. ദിസ് ഈസ് ദി ഇക്വിലിബ്രിയം പോയിന്റ്. E is the equilibrium point where MC is equal to MR, and at that point we have to mark the loss. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ മുകളിലേക്ക് വരയ്ക്കുന്നു. ഇനിയും നമ്മുടെ this point B and point C. So how much is the average revenue at the point of equilibrium? At the point of equilibrium average revenue is QB, but average cost is QC. So what is BC? BC is the loss per unit of output. ഒരു യൂണിറ്റിൽ നിന്നുള്ള ലോസ് എന്ന് പറയുന്നത് BC ആണ്. അപ്പോൾ ഇനിയും ടോട്ടൽ ലോസ് എത്രയാണെന്ന് കൂടെ നമുക്ക് മാർക്ക് ചെയ്യണം. This much is the total loss. So the total loss is ABCD. This area represents the total loss of the firm. So these are the, ഇപ്പോൾ ഇതെല്ലാ ഡയഗ്രത്തിനും നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റ് ഏതാണെന്ന് പറയുക, ആവറേജ് റവന്യൂ എത്രയാണെന്ന് പറയുക, ആവറേജ് കോസ്റ്റ് എത്രയാണെന്ന് പറയുക, ലോസ് ആണോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണോ എന്താണെന്ന് പറയുക, ടോട്ടൽ ലോസ് അല്ലെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണെന്ന് പറയുക. ഇത്രയും എക്സ്പ്ലനേഷൻ എല്ലാ ഡയഗ്രത്തിനും വേണം.
So these are the three diagrams that we can draw for monopolistic competition. ഇപ്പോൾ monopolistic competitionൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. പിന്നെ നിങ്ങളൊരു കാര്യം ഓർത്തിരിക്കുക, യൂഷ്വലി എ ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ് ടു മേക്ക് എ comparison between any two market situations. അപ്പോൾ അവിടെ എല്ലാ മാർക്കറ്റ് സിറ്റുവേഷൻസിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എടുത്ത് നമ്മൾ കമ്പയർ ചെയ്യണം. ഇപ്പം മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനും പെർഫെക്റ്റ് കോമ്പറ്റീഷനും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് എടുക്കുക. ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വെരി ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ large number of buyers and sellers. It is not so large as in perfect competition. പിന്നെ freedom of entry. At both cases there is freedom of entry. Perfect competition freedom of entry and exit ഉണ്ട്, monopolistic competition ഉണ്ട്. പിന്നെ അടുത്തത് ഡിമാൻഡ് കർവ്. ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഡിമാൻഡ് കർവ് ഈസ് എ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ. monopolistic competition it is downward sloping. downward sloping എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കുക, the seller can sell a larger quantity only at a lower price. അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എടുത്ത് നമ്മൾ കമ്പയർ ചെയ്ത് പറയണം. അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള രീതി. ചില കുട്ടികളൊന്നുമില്ലാതെ ആദ്യം കുറേ കാര്യങ്ങൾ, ഒരു പാരഗ്രാഫ് ഇപ്പോൾ ഒരെണ്ണത്തിനെ കുറിച്ച് എഴുതും, അടുത്തൊരു പാരഗ്രാഫ് മറ്റൊന്നിനെ കുറിച്ച് എഴുതും. കമ്പാരിസണോ ഡിസ്റ്റിങ്വിഷ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ അങ്ങനെ എഴുതരുത്. അങ്ങനെയല്ല എഴുതേണ്ട രീതി. ഓരോ പോയിന്റ് സൈഡ് ബൈ സൈഡ് എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ എഴുതുക. So today we are stopping here. With the next class we will finish module 3. Module 3 എന്ന് പറയുന്നത് വളരെ കമ്പാരിറ്റീവ്ലി ഒരു ഷോർട്ടായിട്ടുള്ള മൊഡ്യൂളാണ്. അപ്പോൾ അടുത്തൊരു ക്ലാസ് കൊണ്ട് നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റും.